beautiful people. My name is Nashwa and welcome back to my channel. Welcome to yet another Misha haul video. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഞാൻ ഇരുന്ന് ഒരു യൂട്യൂബ് വീഡിയോ ഷൂട്ട് ചെയ്യാണ്. എനിക്ക് ഭയങ്കര മടിയായിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് കുറേ റിക്വസ്റ്റ് വരുന്നുണ്ടായിരുന്നു, പ്ലീസ് കണ്ടിന്യൂ ഡൂയിങ് യൂട്യൂബ് വീഡിയോസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇനി ഞാൻ വെറുതെ ഇരിക്കുന്നില്ല, ഐ കണ്ടിന്യൂ ഡൂയിങ് ദാറ്റ്. ഷോർട്സ് ആയിട്ടും ഒക്കെ ആയിട്ടും ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മീഷോ ഹോൾ. ഞാൻ പറഞ്ഞല്ലോ, ഫ്ലോ പോയതുകൊണ്ട് ഞാൻ പല അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. ഈ പ്രാവശ്യം ഒന്ന് ഇഗ്നോർ ചെയ്യുക. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഞാൻ കുറേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്നും ഇതുവരെ എഡിറ്റ് ചെയ്തില്ല. ഇനി ഞാൻ എഡിറ്റ് ചെയ്യാനും പോകുന്നില്ല. ഞാൻ വെച്ച് ഇതൊരു ഫ്രഷ് സ്റ്റാർട്ട് ആവട്ടേന്ന്. ഞാൻ കുറേ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഓൾസോ ഞാൻ എൻ്റെ മൈക്ക് കൊണ്ടുവരാൻ മറന്നുപോയിട്ടുണ്ട്. സോ എനിക്ക് അപ്പുറത്തിപ്പുറത്ത് നല്ല സൗണ്ട് കേൾക്കും. ജസ്റ്റ് ഇഗ്നോർ, എൻ്റെ സൗണ്ട് മാത്രം ശ്രദ്ധിച്ചാൽ മതി. സോ വിതൗട്ട് ഫർദർ അഡ്യൂ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ലാൻഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇന്ന് ലാൻഡ് ചെയ്ത് ഉറക്കൊക്കെ കഴിഞ്ഞ് എനിക്കൊരു മിനിറ്റ് പോലും വേസ്റ്റ് ചെയ്യേണ്ടതെന്ന് തോന്നിയതുകൊണ്ട് ഇന്ന് തന്നെ ഇരുന്ന് റീൽസും യൂട്യൂബ് വീഡിയോസൊക്കെ എടുത്ത് വെക്കുകയാണ്. ബിക്കോസ് ഞാൻ കുറച്ച് ദിവസം ഇവിടെ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ഇസ് എ ബ്യൂട്ടിഫുൾ മാക്സി ഡ്രസ്. ഇത് മറ്റേ എന്ത് മെറ്റീരിയൽ നെയിം ഞാൻ കൊടുക്കുക, ഒരു ക്രേപ്പ് മെറ്റീരിയൽ ആണോ എനിക്കറിയില്ല. കംസ് വിത്ത് എ ബെൽറ്റ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞാൻ ഓർഡർ ചെയ്തിട്ട് പല റീസൺ കൊണ്ട് എനിക്കത് കിട്ടിയില്ല. അതിന് മുന്നേ ഞാൻ പോയി. അപ്പോൾ ഈ പ്രാവശ്യം ഫസ്റ്റ് തന്നെ ഓർഡർ ചെയ്ത് വെച്ചത് ഇതായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ഭയങ്കര ഫുൾ ലെങ്ത് ഗൗൺ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷെ നല്ല മെറ്റീരിയലാട്ടോ, അതായത് നല്ല ക്വാളിറ്റി ഉള്ള നല്ല മെറ്റീരിയലാണ്. ഇത് ഞാൻ ചൂസ് ചെയ്ത സൈസ് മീഡിയം ആണ്. അപ്പോൾ എനിക്ക് ആക്ച്വലി ഇവിടെ വരെ ഓക്കെ. എന്നിട്ട് ഇവിടുന്ന് ഒരു ഫ്ലെയർ, നല്ല അത്യാവശ്യം ഫ്ലെയർ ഉള്ള ഒരു ഡ്രസ്സാണ്. പക്ഷേ ഇതിൻ്റെ കളറാണ് ഇസ് വാട്ട് അട്രാക്റ്റഡ് മീ സത്യം പറഞ്ഞാൽ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഇത് തന്നെ ആയിക്കോട്ടെ ഫസ്റ്റ് കാണിക്കുന്ന വീഡിയോന്ന്. ഞാൻ പറഞ്ഞില്ല മീഡിയമാണ്. ഇതിൻ്റെ പ്രൈസൊക്കെ ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം. അപ്പം ഇതാണ് നമ്മളെ ഫസ്റ്റ് പ്രോഡക്റ്റ്. ഇട്ടിട്ടുള്ള ക്ലിപ്പ് ഇവിടെ കാണാം. അപ്പോൾ ഞാൻ ഓൾറെഡി ഇട്ടതുകൊണ്ട് എനിക്ക് അറിയാം ഇത് എന്തൊക്കെയാണ്. നല്ല ഫുൾ സ്ലീവായിട്ടും എൻ്റെ ബോഡിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇതാണ്. യൂഷ്വലി എനിക്ക് ഇവിടുന്നേ ലൂസാണ് ഇഷ്ടം, പക്ഷേ ഇത് ഇവിടുന്ന് കുറച്ച് ഷേപ്പായിട്ട് പിന്നെ അങ്ങനെ ഫ്ലെയർ അങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇട്ട് കഴിഞ്ഞിട്ടുള്ള ക്ലിപ്പാണെന്ന് എനിക്ക് ഏകദേശം ഐഡിയ ഇട്ടെന്ന് വിചാരിക്കുന്നു. സോ ദിസ് is our first dress. comes with a belt. ഞാൻ ബെൽറ്റ് ഇട്ടിട്ടില്ല ബിക്കോസ് എൻ്റെ ബോഡി ടൈപ്പിന് ബെൽറ്റ് ഇട്ടാൽ മാച്ച് ആവില്ല. സോ ഇതാണ് നമ്മളെ ഫസ്റ്റ് ഐറ്റം. ഞാൻ ഫസ്റ്റ് കാണിച്ചതിൻ്റെ സിസ്റ്ററാന്ന് വേണമെങ്കിൽ പറയാം. സെയിം മെറ്റീരിയൽ, സെയിം പാറ്റേൺ, പക്ഷേ ഡിഫറെൻറ്റ് ഡിസൈൻ. അങ്ങനെ അല്ലേ പറയാം. ഓക്കെ. ഇതിന് മറ്റേ ആ ഒരു ചെയിൻ ഡിസൈൻ പോലെ, ചെയിൻ കണ്ടോ, അങ്ങനത്തെ ഒരു ഡിസൈനാണ്. ഇത് അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. ഇതിൻ്റെ സ്ലീവ്സും കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. അതിന് ഞാൻ പറയാൻ മറന്നുപോയി. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നെക്ക് ഭയങ്കര ഹൈ നെക്ക് ആയിട്ട് ബാക്കിൽ ഇങ്ങനെ സിപ്പാണ് വന്നിട്ടുള്ളത്. ഓക്കെ, എനിക്കതും ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഇതിൻ്റെതും ഹൈ നെക്കാണ്, പക്ഷെ കുറച്ചുകൂടി വീതിയുള്ള നെക്കാണ്. സിപ്പൊന്നുമില്ല, നമുക്ക് അങ്ങനെ ഇടാൻ പറ്റുന്ന ആ ടൈപ്പാണ് കേട്ടോ. സിപ്പോ ബട്ടണോ ഒന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഒരു എന്താ പറയുക, ഫിറ്റിങ്ങിനേക്കാളും എനിക്കിഷ്ടമായിട്ട് മറ്റേതിൻ്റെ ഫിറ്റിങ് എന്തോ എവിടെയോ ഒരു എനിക്ക് ചേരാത്ത പോലെ തോന്നി. സ്ലീവ്സൊക്കെ നമുക്ക് നല്ല കറക്റ്റ് ഫുൾ സ്ലീവ്സാണ്. മെറ്റീരിയൽ രണ്ടിനതും സെയിം ആണ്. ഓൾസോ കംസ് വിത്ത് എ ബെൽറ്റ്. ബൈ ദ വേ, ഞാൻ ഈ സൺസെറ്റ് ആവാൻ നേരം ലൈറ്റ് പോലും ഇടാണ്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. അതൊക്കെ നിങ്ങൾ ഇഗ്നോർ ചെയ്യാം. നമുക്ക് ജസ്റ്റ് വീഡിയോയിൽ ഫോക്കസ് ചെയ്യാം, അതായത് പ്രോഡക്റ്റ്സിൽ ഫോക്കസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ സെക്കൻഡ് പ്രോഡക്റ്റ്. നല്ല അഗെയിൻ ഫ്ലെയർ ഉണ്ട്. ഇങ്ങനെ കണ്ടോ, ഒരു അംബ്രല്ല കട്ട് പോലെ ലാസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ വീതി കൂടി വരുന്ന അങ്ങനെ. അപ്പം ഇതും ഞാൻ ഇട്ടിട്ടുള്ള ക്ലിപ്പ് സൈഡിൽ കാണിച്ചു തരാം. സൈസ് മീഡിയം ആണ്, ഫ്രം ദ സെയിം ബ്രാൻഡ്. ഈ ബ്രാൻഡ് തന്നെയാണ് ഫസ്റ്റ് വന്നതും. അപ്പോൾ ഇതാണ് നമ്മൾ സെക്കൻഡ് പ്രോഡക്റ്റ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് താഴെ ഉണ്ടാവും. പ്രൈസ് മെറ്റീരിയലൊക്കെ ഞാൻ വേണമെങ്കിൽ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം. സൈസ് മീഡിയം. സെക്കൻഡ് അല്ലല്ലോ, തേർഡ് ഐറ്റം ഇസ് അഗെയിൻ ദിസ് ബ്യൂട്ടിഫുൾ മാക്സി ഡ്രസ്. ഒരു ചോക്ലേറ്റ് ബ്രൗൺ കളറിലാണ് വന്നിട്ട്, ചോക്ലേറ്റ് ബ്രൗൺ അല്ല, നല്ല അങ്ങനത്തെ ഒരു ടോപ്പ്, അങ്ങനത്തെ ഒരു കളറിലാണ് വന്നിട്ടുള്ളത് വിത്ത് പോം ഡീറ്റെയിൽസ്. ഇതൊരു വിസ്കോസ് മെറ്റീരിയലാണ് തോന്നുന്നുണ്ട്. സൈസ് ഞാൻ എടുത്തത് അഗെയിൻ മീഡിയം ആണ്. ബട്ട് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിൻ്റെ മെറ്റീരിയലും ഇതൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ട് തോന്നി ഞാൻ കാഞ്ചിയിൽ വെച്ചിട്ട് ഇവിടുത്തെ ക്ലൈമറ്റിന്. പക്ഷേ ഇത് മീഡിയം ആയതുകൊണ്ട് തന്നെ എനിക്ക് എന്തോ എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, കുറച്ചൊന്ന് ടൈറ്റ് ഉള്ള പോലെ. എനിക്ക് ചിലപ്പോൾ വീഡിയോ കണ്ടാൽ അങ്ങനെ തോന്നില്ല. എനിക്ക് പിന്നെ കുറച്ചൊന്ന് ടൈറ്റ് ആയി തന്നെ എനിക്കത് ഭയങ്കര ടൈറ്റ് ആയിട്ട് ഞാൻ പറയാം. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നി. പിന്നെ ഞാനാണെങ്കിൽ ഉള്ളിൽ ഞാൻ ബ്ലാക്ക് ഇന്നർ ഇട്ട് വെച്ചിട്ടുണ്ട്. ആ ഊരാൻ മടിയിട്ട് അതിൻ്റെ മെയിലായിട്ട് കുറച്ചുകൂടി ഒന്ന് നിൽക്കുന്ന പോലെ തോന്നി. എൽസ് ഐ തിങ്ക് ഇറ്റ് വിൽ ബി ഫൈൻ. അപ്പം ഇതാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഫിറ്റിങ്ങും ബാക്കിയൊക്കെ നല്ല വൃത്തിക്ക് സ്റ്റിച്ച് ചെയ്ത ഗുഡ് ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. അഗെയിൻ ഫുൾ സ്ലീവ് ഡ്രസ്സസ് ആർ മൈ ഫേവറേറ്റ്. അപ്പം ഇങ്ങനെ കുറേ പോംസ് ആയിട്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷൻ ആട്ടോ.
ഞാൻ മീഷോന്ന് ഫോട്ടോയിൽ കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചത് വരുമ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കും വരാം. പക്ഷെ ഇത് വന്നപ്പോൾ അയത്തേക്ക് കൊള്ളാലോ അങ്ങനെ. അപ്പോൾ ഇതാണ് നമ്മളെ നെക്സ്റ്റ്. ഇതിന് ലൈനിങ് ഒന്നും ഇല്ല കേട്ടോ, പക്ഷെ സ്റ്റിച്ചിങ്ങും ഇതൊക്കെ ഇവിടെ ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ ഇല്ലേ, അതൊക്കെ വരുമ്പോൾ തന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ അത്യാവശ്യം ഫിറ്റ് എത്രത്തോളം ആക്യുറേറ്റ് അല്ലെങ്കിൽ അടിപൊളിയായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേയുള്ളൂ. ഇങ്ങനെ താഴെ വരെ പോയിട്ട് ഫ്രണ്ടിൽ മിഡിൽ ഇങ്ങനെ ഒരു സ്ലിറ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഹെഡിറ്റ് ഉള്ളത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം കുറച്ചുകൂടി ഐഡിയ കിട്ടും. ലൈറ്റ് പോകുന്നതിന് മുന്നേ നമുക്ക് ലാസ്റ്റ് പ്രോഡക്റ്റ് കൂടി കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ നെക്സ്റ്റ് പ്രോഡക്റ്റ്. പ്രൈസ് വിൽ ബി ഹിയർ, ലിങ്ക് വിൽ ബി ഡൗൺ ബിലോ. നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ദിസ് ഡ്രസ്. ഇതൊരു കോട്ടൺ ഡ്രസ്സാണ്. കോട്ടൺ എന്ത് ഡ്രസ്സാണെന്ന് എനിക്ക് പറയാനില്ല. എന്തായാലും നിങ്ങൾക്ക് ഈ പാറ്റേൺ കണ്ടപ്പോൾ മനസ്സിലായില്ല, ഹാഫ് സ്ലീവ്സ് ആയിട്ട്. എനിക്ക് ഇങ്ങനത്തെ പാറ്റേൺ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ചുകൂടി ലൂസാണെങ്കിൽ അത്ര ഇഷ്ടമായി. ഞാൻ ചൂസ് ചെയ്ത സൈസ് എക്സലാ, ബട്ട് സ്റ്റിൽ ഇതെനിക്ക് ഇനിയും ലൂസായിരുന്നെങ്കിൽ തോന്നി. ഐ മീൻ അത്ര ലൂസൊന്നുമല്ല, ബട്ട് ബിക്കോസ് ഇവിടെ എലാസ്റ്റിക് ഉണ്ട്, അതുകൊണ്ടാട്ടോ ഞാൻ കാര്യം പറഞ്ഞത്. പിന്നെ താഴത്തേക്ക് നല്ല ഫ്ലെയർ ആയിട്ട് നല്ല കോട്ടൺ മെറ്റീരിയലാണ്. നിങ്ങൾക്കിത് ഇങ്ങനെ തന്നെ ഇടണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ യു ക്യാൻ ഉള്ളിൽ ഇന്നർ ഇട്ടിട്ട് തട്ടം ഏത് കളർ വേണമെങ്കിൽ ഇടാം. ഞാൻ സേഫ് സൈഡിന് വേണ്ടിയിട്ട് ബ്ലാക്കാണ് ഇട്ടത്, ബിക്കോസ് നമ്മളിതിൽ സമയമില്ലല്ലോ, നമ്മളിങ്ങനെ ഷടപടയെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അങ്ങനെ ഇട്ടതാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇടാം. അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറയുന്നത്. ഇതും ഇട്ടിട്ടുള്ള ക്ലിപ്പ് കാണിച്ചു തരാൻ ഞാൻ പറഞ്ഞ്. ഞാൻ അടുത്ത സൈസ് എക്സലാണ്, എന്നിട്ട് വരെ ഈ ഒരു രീതിയിലേ വന്നിട്ടുള്ളൂ. നമുക്ക് ഇവിടെ എലാസ്റ്റിക് ഉണ്ടായിരുന്നു കേട്ടോ. മേ ബി നിങ്ങൾക്ക് എലാസ്റ്റിക് ഊരിക്കഴിഞ്ഞാൽ പിന്നെ ഇതിന് ഭംഗി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്ലിറ്റൊന്നുമില്ല, ലൈനിങ് ഒന്നുമില്ല, നല്ല ഓക്കെ ഒരു സിമ്പിൾ കാഷ്വൽ ഔട്ട്ഫിറ്റായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ലാസ്റ്റ് ഐറ്റം. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഈ ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയതിൽ. അപ്പോൾ ഇത് ഇന്ന് തന്നെ എഡിറ്റ് ചെയ്ത് നാളെ തന്നെ അപ്ലോഡ് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇൻഷാ അല്ലാഹ് എനിക്കിനി എല്ലാ ദിവസവും ഞാൻ പോകുന്നവരെ കണ്ടിന്യൂസ് യൂട്യൂബ് വീഡിയോസ് ഇടണം എന്നുണ്ട്. സോ കീപ് സപ്പോർട്ടിങ്. അപ്പോൾ അത്രയും തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഓൾ ദ ലിങ്ക്സ് വിൽ ബി ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. See you soon with another video. Until then, bye.